അമ്മയും കൂടെ ഇന്നൊരു ഷോപ്പിങ്ങും പോവാട്ടോ. അപ്പൊ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാന്ന്. എനിക്ക് അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് കാരണം എന്നറിയില്ല, എന്നാൽ കുറച്ച് കാരണങ്ങൾ ഉണ്ട് കാണും. കാരണം നമ്മൾ അമ്മമാരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവർക്ക് നമ്മളെപ്പോഴും കുഞ്ഞു പിള്ളേരായിരിക്കും, നമ്മൾ എത്ര വലുതായാലും. അതേപോലെ തിരിച്ച് നമ്മൾ വലുതായി ജോലിക്ക് കിട്ടുമ്പോൾ അവരെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അമ്മ പറയാതെ തന്നെ നമ്മൾ അറിഞ്ഞ ഓരോന്ന് കാര്യങ്ങൾ ഓരോന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ഇട്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ഒരു കാര്യം വാങ്ങാനാണ്, കാണിച്ചുതരാം. ഇതിനെ വാങ്ങാനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് അത്യാവശ്യം ഒരു 10 വർഷമായിരുന്നു ഗ്യാരണ്ടി. സാംസങ് ആയിരുന്നു. ഇപ്പൊ 13 വർഷമായി വെള്ളം ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് മാറ്റി വാങ്ങാൻ പോവാട്ടോ. മാറ്റി വാങ്ങാനല്ല, പുതിയതൊന്ന് വാങ്ങാൻ, എന്നിട്ട് അവിടെ ഉള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് നമുക്ക് സാംസങ്ങും വേർപൂളും LG ഒക്കെ കാണിച്ചൊന്നു. ലാസ്റ്റ് കറണ്ട് ബില്ലൊക്കെ കുറയില് വേർപൂളാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓഫറിനും പറ്റി അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു നമുക്ക് ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്ന സാംസങ് ആണ്, നമുക്ക് സാംസങ് തന്നെ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഒക്കെ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് മാർക്കറ്റിലോട്ടാ. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നെല്ലിക്കും നാരങ്ങയും അത് മേടിച്ച് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, നമ്മൾ ഈ റോഡ് സൈഡിൽ ഉണ്ടാവില്ല 20 രൂപയ്ക്ക് തന്നെ ക്യാരറ്റ്, പിന്നെ കുറെ പച്ചക്കറി, അത് പാക്കറ്റാക്കിയിട്ട് അതും ഞങ്ങൾ മേടിച്ചു. പിന്നെ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ഷോപ്പിലോ കടയിലൊക്കെ കയറിയിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പൊതുവെ അമ്മ അങ്ങനെ സമ്മതിക്കാറില്ല, പക്ഷേ അമ്മ സമ്മതിച്ച്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മ വിചാരിച്ചു അമ്മയെ ഞാൻ എപ്പോഴും പറ്റിക്കാം. അമ്മ വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കുന്നത്, പക്ഷെ ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത്. അത് പറഞ്ഞിട്ട് എന്നെ ഓരോന്ന് പറയായിരുന്നു കേട്ടോ അമ്മ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും അമ്മയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് ബദാം ഷേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കുടിച്ചത് കഴിഞ്ഞു. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോഴത്തേക്കും കടയിൽ തിരക്കൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നേരിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് കുൽഫി കോളേജ് ഒക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിന്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവർ പറഞ്ഞ ഓരോ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കണം. പിന്നെ ഐസ് ട്രേ ഞാൻ മുന്നത്തെ ഫ്രിഡ്ജിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഫ്രീസറിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതെന്തോ ഇങ്ങനെയാണ്. അത് ഞാൻ തഴഞ്ഞും വിലങ്ങും ആദ്യം കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവർ പറഞ്ഞത് അത് ഈ ബോക്സോടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്നതാണ്, മീൻസ് നേരിട്ട്, അല്ലാതെ അവിടെ ഉറപ്പിച്ച് വെക്കുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ബൈ.